ഇത് ഈ സ്ഥലം ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലുള്ള ഭൂമിയാണ്. ആ ഭൂമി പള്ളിക്ക് കൊടുത്തു കഴിയുമ്പോൾ പള്ളിയുടെ കൈവശാവകാശമുള്ള ഭൂമിയാണ്. ആ ഭൂമിയിൽ അച്ഛനെ കുഴിച്ച് വയ്ക്കാം, പള്ളിയുടെ ഇടവക്കാർക്ക് വയ്ക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വികാരിച്ചിനെ അറിയിക്കുകയും കമ്മിറ്റിക്കാരെ അറിയിക്കുകയും ചെയ്ത് അതിന് പരിഹാരം തേടുക ചെയ്യുന്നുണ്ട്. ഇത് കിരാതമായ ഒരു നടപടിയാണ് ഫോറസ്റ്റുകാരിൽ നിന്ന് വന്നിരിക്കുന്നത്. സാധാരണ ഫോറസ്റ്റ് ഓഫീസർ പറയാറുള്ളത് ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഗ്രാമങ്ങൾ ആളുകളെ ലോകത്തി കഴിയണമെന്നുള്ളതാണ്. മൃഗങ്ങളെപ്പോലെ കിരാത ക്രൂര സ്വഭാവത്തോടുകൂടി പെരുമാറുന്നതാണ്. ഇവിടെയുള്ള മനുഷ്യരല്ലേ, അവർക്കും വികാരമില്ലേ, അവർക്കും അവരുടേതായ വൈകാരിക ലോകത്തിൽ ജീവിക്കുമ്പോൾ അതുകൊണ്ട് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഈ ഫോറസ്റ്റ് ഓഫീസർ പെരുമാറേണ്ടതാണ്. കാരണം ഈ സ്ഥലം എല്ലാ വിധത്തിലും കൈവശാവകാശത്തിൻ്റെ എല്ലാ സംരക്ഷണവും അതിൻ്റെ എല്ലാ ആനുകൂല്യമുള്ള ഭൂമിയാണ്. ആ ഭൂമി ഒരു കാരണവശാലും ഫോറസ്റ്റിന് അവകാശപ്പെട്ട ഭൂമി അല്ലത്. ഫോറസ്റ്റ് ചോദിക്കാനും പാടില്ല, ഫോറസ്റ്റിൻ്റെ ക്ലെയിം ഉയർത്താൻ പാടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് പള്ളിയോട് ബഹുമാനപ്പെട്ട വികാരിച്ചനോട് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് സഭയുടെ അധികാരോട് ചോദിച്ചിട്ട് അത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം. ഞങ്ങൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാകാത്ത വ്യക്തികളല്ല. പക്ഷേ ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഒരു മതവിഭാഗമാണ് ക്രൈസ്തവർ. നമ്മളൊരിക്കലും മറ്റൊരാളുടെ അപഹരിച്ചെടുക്കാറില്ല. ഒരു ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഈ വനത്തോട് ചേർന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരിടത്തും കുരിശ് കുഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്ന സ്ഥലത്ത് മാത്രമാണ് കുരിശ് വെച്ച്. അത് ചെയ്ത് വലിയ ഹീനമായ ക്രൂരമായ പ്രവൃത്തിയാണ്. അത് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ ഏകപക്ഷീയമായി നിലപാടുകൾ എടുത്തുകൊണ്ട് ഓഫീസേഴ്സ് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇവിടുത്തെ എല്ലാ വകുപ്പുകളും പ്രവർത്തിക്കേണ്ടത്. ഏകപക്ഷീയമായി കിരാതമായി ഒരു ഫാസിസ്റ്റ് ഭരണത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റുകയില്ല എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. രണ്ട്, അഭിനന്ദ പിതാവും വികാരിച്ചൊക്കെ പറഞ്ഞതുപോലെ ഇത് ഹോളി വീക്ക് ആയതുകൊണ്ട് ക്രൈസ്തവർ ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളാണ്. ഞങ്ങൾ വികാരങ്ങൾ, ഞങ്ങൾ വേദനകൾ, ഞങ്ങൾ അപമാനികളെല്ലാം ഞങ്ങൾ പിടിച്ചു നിർത്തുന്നത് ഇത് ഈശോയുടെ സഹനത്തിനൊപ്പം ചേർത്ത് വയ്ക്കാനായിട്ടാണ്. ഞങ്ങൾ തോക്കുകയല്ല. ഈ പുറകോട്ട് മാറുന്ന ഈശോ തോറ്റെടുത്ത് ഞങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയുടെ സഹനത്തിനൊപ്പം ഞങ്ങൾ സഹനം ചേർത്ത് വയ്ക്കുകയാണ്. കാരണം ഇതൊരു ജനവിഭാഗത്തിന് കൂടെ ഈ ഇടവകയും ഇവിടുത്തെ വിചാരിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം രൂപത മുഴുവൻ ഇതിനകത്ത് ഉത്കണ്ഠയോടെ പങ്കെടുക്കുന്നത്, ഇതിനകത്ത് ശ്രദ്ധിക്കുന്നതും ഞങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ. അപ്പോൾ കുരിശ് മാറ്റുന്നത് അത് രക്ഷയുടെ അടയാളമാണ്. ഒരു മതചിഹ്നം ഒരു മത അടയാളവും മാറ്റുമ്പോൾ അതിൻ്റെതായ പവിത്രതയും അതിൻ്റെതായ പരിശുദ്ധിയും സൂക്ഷിക്കണം. അത് ഏതെങ്കിലും ഒരു കല്ലെടുത്ത് മാറ്റുന്ന ലാഘവത്തോടു കൂടി ഒരു കുരിശിനെ എടുത്ത് മാറ്റിയത് അത് വേദനാജനകം തന്നെയാണ്. ആ വേദനയോട് തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു കല്ലെടുത്ത് മാറ്റുന്ന ലാഘവത്തോടുകൂടി JCB കൊണ്ടുവന്ന് എടുത്ത് മാറ്റുന്നത് അത് തെറ്റത്. അത് ഭരണാധികാരികൾ ശ്രദ്ധിക്കുകയും ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുകയും അത് വേണ്ട തിരുത്തലുകൾ ഭാവി വരുത്തുകയും ചെയ്യണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആളുകളുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള സംസാരം ആ പ്രദേശം മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കുക, കൈവശാവകാശമുള്ള ഭൂമികളെല്ലാം അവിടുന്ന് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഭൂമി സ്വാതന്ത്ര്യ സമരത്തിന് മുന്നം തൊട്ട് ആൾ സഞ്ചാരവും ജനവാസമുള്ള ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമി ചില പദ്ധതികളുടെ പേരിൽ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഇറക്കുന്നത് ശരിയല്ല. അവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവർ വർഷങ്ങളോളം അവർ അധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത തെങ്ങുണ്ട്, അവിടെ കമ്പുകൊണ്ട്, അവിടെ കശുമാവുണ്ട്. അവർ വളർത്തിയെടുത്ത അധ്വാനത്തിൻ്റെ ഫലങ്ങൾ ഒരു നിമിഷം ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റായാലും അത് പുറത്തിറക്കി ആളുകളെ പുറത്താക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. കാരണം ആ ജനങ്ങളുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ആ ഭൂമി, അവിടെയുള്ള വിളവുകൾ. ആ ഭൂമിയുടെ കൈവശ അവകാശമാണെങ്കിൽ പോലും അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് എങ്ങനെ അത് രണ്ടു കൂട്ടർക്ക് സ്വീകാര്യ വിധത്തിൽ പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥരാണ് മുൻകൈയെടുത്ത് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുരിശ് കൊണ്ടുപോയതിന് ശേഷമാണ് അവൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായത് എന്നതാണ്. കാരണം അത്രയെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് നമ്മുടെ ഉദ്യോഗസ്ഥ സ്ഥാനത്ത് ഇരിക്കുന്നതെന്നാണ് വേദനാജനകമായ കാര്യം. അതൊരു കുരിശിനെയാണ് തൊട്ടത്, വിശുദ്ധ അടയാളത്തെ തൊട്ടത്, രക്ഷയുടെ അടയാളത്തെ തൊട്ടത്. അത് ഏതെങ്കിലും രണ്ട് മരപ്പലയല്ല, രണ്ട് ഇരുമ്പ് കഷ്ണത്തില്ല തൊട്ടത്. അത് തിരിച്ചറിയാനുള്ള വിവേകം ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ടാകണം. കാരണം അത് മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റാൻ സഭ തയ്യാറാണ്. അത് അതിൻ്റെതായ കാരണമുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ഡയലോഗ് കൂടിയാണ്, ചർച്ചകളിലൂടെയാണ്. ചർച്ചകൾ നടത്തി വികാരിച്ചോട് സഭാ നേതൃത്വത്തോട് സംസാരിച്ച് എന്താണ് പരിഹാരം എന്നുള്ള കണ്ടെത്തിയിട്ട് ചെയ്യേണ്ടതാണ്. അവർ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ കുറ്റബോധമോ പശ്ചാത്തലമോ ചിലപ്പം അറിയില്ല, ഉണ്ടായിട്ടുണ്ടാകാം.
ഞങ്ങളുടെ രൂപതാ കേന്ദ്രത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നു ഓഫീസേഴ്സ് അത്രയും ഉദ്ദേശിച്ചില്ല, ഇത് കുരിശിങ്ങനെ എടുത്തുകൊണ്ട് പോകും, ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കരുതിയില്ല, ഇത്രയും വാർത്ത ഉണ്ടാകുന്ന കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് ഞങ്ങൾ കേട്ടറിവേ ഉള്ളൂ, ഞങ്ങൾ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇത് ഈ കല്ലുകളോട് പെരുമാറുന്നത് പോലെ, മരക്കുറ്റിയോട് പെരുമാറുന്നത് പോലെ വിശുദ്ധ അടയാളത്തോടും രക്ഷയുടെ അടയാളത്തോടും പെരുമാറരുതെന്നുകൂടി ഒരു 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 അഭ്യർത്ഥനയായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് മാപ്പ് പറയാമെന്നുള്ളതല്ല, മനുഷ്യന് തെറ്റുപറ്റും. മാപ്പ് പറയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? മനുഷ്യ തെറ്റുപറ്റും. ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തിയിട്ട് സഹവർത്തിയോടെ പോകണം. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും അവർക്ക് വികാരങ്ങളുണ്ട്, അവരുടേതായ വൈകാരിക പ്രകടനം. എന്തും കൊണ്ട് അവിടെ കുർബാന ചെല്ലുന്നുണ്ട്. പള്ളിയുണ്ട് ഇവിടെ പള്ളിയിലാണ് കുർബാന നടക്കുന്നത്. അവർ വിശുദ്ധ ഭാരതത്തോടനുബന്ധിച്ച് ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് കുരിശിൻ്റെ വഴി നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അത് ആ വിധത്തിലെടുക്കണം. കാരണം ഇത് അവിടെ പള്ളി വയ്ക്കാനല്ല, അവിടെ കുർബാന ചെല്ലാനല്ല, അവിടെ പോയിട്ട് എന്നും തിരികത്തിച്ച് പ്രാർത്ഥിക്കാനുമല്ല. ഒരു മത ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അവകാശമായിട്ട് കൈവശാവകാശമാണെങ്കിൽ പോലും തന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കുരിശ് വെച്ചു എന്നുള്ളത് ശരിയാണ്. ആ കുരിശ് വെച്ച് മാറ്റേണ്ടെങ്കിൽ മാറ്റേണ്ട വിധത്തിൽ പറയുകയും മാറ്റേണ്ട ശൈലികളിലൂടെ നമുക്ക് നീക്കുകയും ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഈ വലിയ ആഴ്ചയിൽ അത് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചത്. അല്ലാണ്ട് ദേവാലയം വയ്ക്കാനല്ല. ദേവാലയം കൂടിയുണ്ട്, നല്ലൊരു ദേവാലയം കൂടിയുണ്ട്. അല്ലാണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ദുഃഖവെള്ളിയാഴ്ച പീഡാനുഭവ ആഴ്ചയിൽ കുരിശിൻ്റെ വഴി നടത്താനായിട്ടും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണത്. ആ അർത്ഥത്തിലാണത് ഉപയോഗിച്ചത്. അതിനേക്കാൾ അപ്പുറം സ്ഥിരാർത്ഥം അതിനകത്തില്ല. അങ്ങോട്ട് പോകുന്നത് എന്ത് തെറ്റെന്താണ്? അത് വഴിയല്ലേ? ഈ വഴി കൂടിയാണല്ലോ നമ്മൾ ഈ പരിഹാര പ്രതിഷ്ഠ എപ്പോഴും നടത്തുന്നത്. ആ പാതയിലൂടെ പരിഹാര പ്രതിഷ്ഠ നമുക്ക് നടത്താം, അവിടെ പോയി പ്രാർത്ഥിക്കാം. നമ്മൾ അവരുടെ റോഡിൽ കൂടെ നമുക്ക് നടത്താനായിട്ട് സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ എന്തിനാണ് ഫോറസ്റ്റുകാർ തെറ്റായിട്ട് കാണുന്നത്? നമ്മളവിടെ കയ്യേറിയിട്ട് അവിടെ എന്തെങ്കിലും കുടിയെടുപ്പ് അവകാശം ഉണ്ടാക്കാനല്ലല്ലോ. നമ്മൾ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അതുകൊണ്ടാണ് അഭിനന്ദ പിതാവ് പറഞ്ഞ് ഈ വലിയ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഇതിനോട് ഒരു ഏറ്റുമുട്ടൽ ഞങ്ങൾ തയ്യാറല്ല, ഒരു ബഹളത്തിനും ഒരു സമ്മതത്തിനും ഞങ്ങൾ ഇല്ലെന്നുള്ളത്. ഇത് വിശുദ്ധിയുടെ നാളുകളാണ്, പുണ്യത്തിൻ്റെ നാളുകളാണ്, വ്രതത്തിൻ്റെ നാളുകളാണ്. ഇത് പാപപരിഹാരത്തിലുള്ള യാത്ര നടത്തുന്ന നാളുകളാണ്. ഈ നാളുകൾ ഒരു അധികാരമായിട്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല. പക്ഷേ ഞങ്ങൾ പോകാൻ പാടില്ലെന്ന് പറയുന്നത് എന്താണ് കാരണം? അവിടെ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ ഞങ്ങൾ തുടരുന്ന യാത്ര. ഇത് സഞ്ചാരമാണിത്, വിശുദ്ധിയുടെ യാത്രയാണ്. ഞങ്ങൾ ഗവൺമെൻറ് യുദ്ധമല്ല, വനം വകുപ്പിനുള്ള യുദ്ധമല്ല. അത് ആ പാത എല്ലാ സ്ഥലങ്ങളിലും പാതകളിലൂടെ പരിഹാര പ്രതിഷ്ഠ നടത്തുകയും ഒരു സ്ഥലത്ത് സമ്മേളിച്ചിട്ട് കുരിശിൻ്റെ വഴി സമാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് തെറ്റുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവർ എടുത്തു കളഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞതെന്ന് ഞങ്ങൾ വ്യക്തമാക്കി തന്നെ. ഞങ്ങളുടെ കൈവശാവകാശമുള്ള ഭൂമിയിൽ എന്തിനാണ് കുരിശെടുത്ത് കളഞ്ഞത്? അതിനുള്ള അധികാരം ആർക്കാണ് അവർ കൊടുത്തത്? ആരാണ് അവർക്ക് കൊടുത്തത്? എന്തിനാണ് എടുത്തു കളഞ്ഞത്? അതിന് കൃത്യം ഞങ്ങൾക്ക് കിട്ടണം. അതിനുശേഷം അതിനനുസരിച്ചുള്ള ഉത്തരം കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ ബാക്കി നടപടി ഞങ്ങളെടുക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊണ്ടുപോയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യുദ്ധം വെട്ടുക എന്നുള്ളതല്ല. അവരെന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞ് ഞങ്ങൾക്ക് അറിയണമല്ലോ. കാരണം ഫോറസ്റ്റിന് അധികാരമുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് കുരിശെടുത്ത് കളയാൻ പറ്റുക? വനത്തിൽ നിന്നാണ് ശരിയാണ്. ഇത് വർഷങ്ങളും 10-60 വർഷത്തോളം താമസിച്ചിരുന്ന മനുഷ്യൻ അവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നതാണ്. ആ വീട് റോഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ പൊളിച്ചു മാറ്റേണ്ട വന്നതാണ്. ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള വീടുണ്ടായിരുന്നതാണ്. ആ സ്ഥലത്ത് ആ പാറ പൊട്ടിച്ചിട്ടാണ് അവർ കുരിശോട്ട് വെച്ചത്. ആ കുരിശ് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് കൈവശാവകാശ ഭൂമിയിൽ കുരിശ് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം വെച്ച് അവിടെ പള്ളിയിൽ നിന്ന് വയ്ക്കാനല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഈ പരിഹാര നാളുകളിൽ, ഈ വ്രതനാളുകളിൽ കുരിശിൻ്റെ വഴി നടത്താൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച കുരിശാണ്. അപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് അവർ വിശദീകരണം തരേണ്ടി വരും. അതിനുശേഷം ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കും.